ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഞങ്ങളുടെ യാത്രയിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾ തിരുപ്പതി തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് ഇടയ്ക്കുള്ള വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി അവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ് ഇനി ഉള്ള വിശേഷങ്ങൾ. കാരണം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വീട്ടിൽ നിന്നും പോരുന്നത് വരെ തൃശ്ശൂർ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവച്ചത്. ഇന്നത്തെ വീഡിയോയിൽ തൃശ്ശൂർ ടു തിരുപ്പതി, അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഫുൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ടാണ് കുറച്ച് ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾ ടിക്കറ്റ് റിസർവേഷൻ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല, നമുക്കുള്ള സീറ്റൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബോഗിയിലുള്ള കമ്പാർട്ട്മെൻറ്റ്സിൽ മുഴുവൻ റിസർവ് ചെയ്ത സീറ്റുകളാണെന്ന് തോന്നുന്നു. പക്ഷേ അധികം ആളുകളൊന്നുമില്ല, എല്ലാ സീറ്റും ഒഴിഞ്ഞു കിടക്കുകയാണ്. നമുക്ക് ഒരു തിരക്കുമില്ല, ഫ്രീ ആയിട്ട് ഈ ഒരു ബോഗി ഫുള്ളായിട്ട് ഒഴിവായ മാതിരി തോന്നുന്നുണ്ട്. ഇതിലൊന്നും ആളുകളേ ഇല്ല. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു കമ്പാർട്ട്മെൻറ്റിൽ മാത്രം 2 പേരുണ്ട്, പിന്നുള്ളതൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്, അതിലൊന്നും ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യണില്ല. ഇഷ്ടം പോലെ സ്പേസാണ്, നമുക്ക് കിടക്കാനും ഇരിക്കാനും ഒക്കെ എവിടെ വേണമെങ്കിലും പോയി ചെയ്യാന്നുള്ള മാതിരിയാണ്. അവിടെ ഒന്നും ഒരു തിരക്കുമില്ല. ആളുകൾ വരുമ്പോൾ എണീറ്റ് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഞങ്ങളുടെ ടിക്കറ്റൊക്കെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു, DTR വന്ന് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ മോൻ ഫോണിൽ കാണിച്ചു കൊടുത്തു, അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ സുധി മാങ്ങ വാങ്ങിയതാണ്. ഒരു മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്, പച്ച മാങ്ങ. അപ്പോൾ അവർ കുറച്ച് മുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവനത് വാങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ കഷ്ണം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, വലിയ പുളിയൊന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും കൊടുത്തു കേട്ടോ. എല്ലാവരും 1-2 പീസൊക്കെ എല്ലാവരും കഴിച്ചു. അപ്പോൾ ഞാനൊരു പീസ് കഴിക്കാനെടുത്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ശരിയാണ്, പുളിയൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ പൈനാപ്പിളും കൊണ്ടുവന്നിരുന്നു. പിന്നെ പൈനാപ്പിൾ വീട്ടിലുള്ള സാധനമായതുകൊണ്ട് ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് പൈനാപ്പിൾ ജ്യൂസും പൈനാപ്പിൾ മുളക് പൊടിയും പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ടിട്ട് വീട്ടിൽ നിന്ന് കഴിക്കുന്ന കാരണം കൊണ്ട് അതിനോട് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ പൈനാപ്പിൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് യാത്രയ്ക്ക് ഇടയിലൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കയറുന്നതിന് മുന്നേ കാപ്പിയും സ്നാക്സും കഴിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല. എന്നാലും വാങ്ങിയപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പുളി തന്നെ ഇല്ല. അപ്പോൾ അവൻ പറയാം, അത് വാങ്ങിപ്പോയപ്പോൾ ഒന്നും കൂടെ വാങ്ങിക്കാമായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഇനി ഇയാൾ കൊണ്ട് ഓരോ സ്റ്റേഷനിൽ നിർത്തുമ്പോഴും ഇത് എല്ലാ സ്റ്റേഷനിലും നിർത്തണില്ല, മെയിൻ സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനിയും കൊണ്ടുമ്പോൾ വാങ്ങാമെന്ന് ഞാൻ അവനോട് പറയുമായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്നതിനുള്ള ഇടയിലൊക്കെയുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്ക് ട്രെയിൻ മാറിക്കയറേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തൃശ്ശൂർ ടു തിരുപ്പതിയാണ്, അതുകൊണ്ട് ഇനി തിരുപ്പതി സ്റ്റേഷനിൽ പോയിട്ട് ഇറങ്ങിയാൽ മതി. പിന്നെ രാത്രിക്കുള്ള ഫുഡ് നമ്മൾ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുമില്ല. ഇനി ഇടയിൽ നിന്ന് വേണ്ടവർക്ക് അല്ല ചായയോ കാപ്പിയോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം. ഇനി നമ്മൾ ജ്യൂസിൻ്റെ ഒരു കുപ്പി വാങ്ങിയിട്ടുണ്ട്, നമുക്കതൊക്കെ ഇടയ്ക്ക് കഴിക്കാം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ഒരു ഹസ്ബൻഡും വൈഫുമായിരുന്നു. അവർ കോയമ്പത്തൂരാണ് ഇറങ്ങണത്, തൃശ്ശൂരിൽ നിന്ന് കയറിയത് തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് സംസാരിക്കാൻ ആരുമില്ല, വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ അവരുടെ സീറ്റിൻ്റെ അടുത്ത് അവർ 2 പേരും തന്നെയുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ എന്നെ കണ്ടപ്പോൾ അതിൽ സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കുറേ നേരം സംസാരിച്ചു. പിന്നെ അവർ ഉണ്ണേടനും ഒക്കെ അവർ പരിചയപ്പെട്ടു. ഒരു കോയമ്പത്തൂരാണ് ഇറങ്ങണത്, അവർക്ക് ബിസിനസ്സാണെന്നൊക്കെ പറഞ്ഞു. മക്കളൊക്കെ വിദേശത്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെക്കുറിച്ചും
എവിടെ നിന്നാണ് വരുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവർ കോയമ്പത്തൂർ ഇറങ്ങുന്നത് വരെ അവരുടെ നാട്ടിലെ വിശേഷങ്ങളും ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ അവരായിട്ട് പങ്കുവെച്ച് ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ കോയമ്പത്തൂർ ഇറങ്ങുമ്പോൾ അവർ താങ്ക്സൊക്കെ പറഞ്ഞു. ഇത്ര നേരം ബോറടിക്കാതെ സംസാരിച്ചിരുന്നതിന് ഭയങ്കര സന്തോഷം അവർക്ക്. അവരൊരു മിഡിൽ ഏജ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരും ഒരുപാട് സന്തോഷമായി അവരെ കണ്ട് സംസാരിച്ചത്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഫാമിലിയിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട്. അവരുടെ പെരുമാറ്റം അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരുപ്പതിയിൽ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. ഫുട്പാത്തിൽ ആളുകളൊക്കെ ഉറങ്ങുകയാണ്. ഇപ്പോൾ സമയം 3:30 ആയിട്ടുള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ എല്ലാവരും ഉറക്കത്തിലാണ്. ഒരുപാട് പേരുത അവിടെ ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയാണ്. എല്ലാവരും കിട്ടുന്ന സ്ഥലത്ത് കിടക്കും, ഉറങ്ങും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഒക്കെ അത്ഭുതം തോന്നും. ഇവരൊക്കെ ഇങ്ങനെ ഇവിടെ കിടന്ന് ഉറങ്ങണമെന്നുള്ളത്. എത്ര പേരാണെന്നറിയാം. നടക്കാൻ പറ്റണില്ല, അത്രയും തിരക്കാണ് ആൾക്കാർ കിടന്നുറങ്ങണെ കൊണ്ട്. ഇനി ഇവിടുന്ന് ബസ്സിന് വേണം മലമുകളിലേക്ക് എത്താൻ. അപ്പോൾ അതിന് ദേവസ്വത്തിൻ്റെ തന്നെ വണ്ടികളാണ്, അല്ലെങ്കിൽ ആന്ധ്ര സർക്കാരിൻ്റെ ബസ്സുകൾ തന്നെയാണ് ഉള്ളത്, ഗവൺമെൻറ് ബസ്സുകളാണ്. അപ്പോൾ അതിൽ വേണം കയറിയിട്ട് മലമുകളിലേക്ക് എത്താൻ. അപ്പോൾ ഞങ്ങൾ ഇഷ്ടം പോലെ ബസ് നിൽക്കണുണ്ട് കേട്ടോ. ഓരോ ബസ്സും ഫുള്ളായി കഴിഞ്ഞാൽ അത് പോവും. കാരണം സീറ്റ് ഫുള്ളായ അപ്പോൾ കയറും. പിന്നെ അടുത്ത ബസ് നിൽക്കുകയാണ്. അതിന് നമുക്ക് യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കണില്ല. തീർത്ഥാടകരെയൊക്കെ എങ്ങനെ വേണമെങ്കിലും അവിടെ സൗകര്യത്തോടു കൂടി തന്നെ മലമുകളിൽ എത്തിക്കും. അതിനുണ്ടാവേണ്ട എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. 1-2 പ്രാവശ്യം പോയവർക്കൊക്കെ ശരിക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരാൾക്ക് ബസ്സിന് ടിക്കറ്റ് 90 രൂപയാണ്. അപ്പോൾ നമുക്ക് 90 രൂപ അടച്ചു കഴിഞ്ഞാൽ മലമുകളിൽ എത്താം. 1 മണിക്കൂറോളം യാത്ര ചെയ്യണം മലമുകളിലെത്താൻ. കാടിന് നടുവിലൂടെയാണ് കേട്ടോ ഈ ബസ് യാത്ര. നല്ല അടിപൊളി റോഡ് തന്നെയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ എത്രമാത്രം വികസനം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. റോഡിൻ്റെയൊക്കെ എല്ലാ വശങ്ങളിലും ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാണാനും ഈ യാത്ര ആസ്വാദ്യകരമാക്കുന്ന രീതിയിലാണ് കേട്ടോ അവിടെ റോഡും പരിസര പ്രദേശങ്ങളും ഒക്കെ നിൽക്കുന്നത്. ചുറ്റിലും വനാണ്. അതിൻ്റെ നടുവിലൂടെയാണ് ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടൊന്നുമല്ല, വളഞ്ഞ് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഭയങ്കര ആസ്വാദ്യകരമാണ് ഈ യാത്ര. എല്ലാ ഭാഗത്തും ചെടി വെച്ച് പിടിപ്പിച്ചതുകൊണ്ട് എന്താണെന്ന് അറിയാം, നല്ല എല്ലാ ചെടികളും പൂവിട്ട് നിൽക്കണം. അത്തരം ചെടികളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഭയങ്കര മനോഹരമായ കാഴ്ചയാണ്. നമുക്ക് യാത്രയിലുടനീളം ബോറടിക്കുകയേ ചെയ്യില്ല. ഈ 1 മണിക്കൂർ ബസ് യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. ബസ് യാത്രയ്ക്കിടെ ഒരു സ്റ്റോപ്പിൽ നിർത്തി അവിടെ നമ്മുടെ ബോഡിയും ലഗേജൊക്കെ ചെക്കിങ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് സമയം നിർത്തി നമുക്കത് ചെക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മുടെ ബാഗിലോ നമ്മുടെ കയ്യിലോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. കുറേ സാധനങ്ങൾ മേലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഐറ്റംസും പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനെ കുറേ സംഭവങ്ങളുടെ ആണ് ചെക്ക് ചെയ്യണത്. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് വീണ്ടും ചെക്കിങ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വന്ന അതേ ബസ്സിൽ തന്നെ കയറുക, നമുക്ക് യാത്ര തുടരാം. റോഡിൻ്റെയൊക്കെ ഒരു സൈഡൊക്കെ നോക്കുക, അടിപൊളിയായിട്ടാണ് കാണാൻ തന്നെ. എന്ത് ഭംഗിയാണെന്നറിയാം ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും. ഈ റോഡിലൊന്നും ഒരു വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യമായ വസ്തുക്കൾ കൂട്ടിയിട്ടിട്ടോ അങ്ങനെ ഒന്നും കാണില്ല. ഭയങ്കര ഹൈജീനിക്കായിട്ടാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എവിടെയും ഒരു വൃത്തി ഇല്ലായ്മ ഫീൽ ചെയ്യണം തന്നെ ഇല്ല. എല്ലാം നല്ല ഹൈജീനാണ്. നമ്മൾ ഏകദേശം 5:15 കൂടിയിട്ട് മലമുകളിലെത്തും. 3:30-ക്കാണ് ട്രെയിൻ ഇറങ്ങിയത്.
തിരുപ്പതി സ്റ്റേഷനിൽ. അവിടുന്ന് നമ്മൾ ഒരു 15 മിനിറ്റ് കൊണ്ട് ബസ്സിൽ കയറിയിട്ടുണ്ട്. നമുക്ക് ഒരു 5:15 കൂടി, പുലർച്ചെയാണ് കേട്ടോ സമയം, 5:15 കൂടിയിട്ട് നമുക്ക് മലമുകളിലെത്താം. ചെടികളാണ് കേട്ടോ ഈ കാണുന്നത് മുഴുവൻ. റോഡിൻ്റെ സൈഡ് ഫുള്ള് മനോഹരമായ ചെടികളാണ്. ഇതൊക്കെ ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ഞങ്ങൾ യാത്ര പോയി കുറച്ച് ഇരുട്ടുള്ള സമയമായിട്ട് കൂടി നമുക്ക് എല്ലാം വ്യക്തമായിട്ട് കാണാനും സ്ട്രീറ്റ് ലൈറ്റ് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണായികയൊന്നുമില്ല. രാത്രിയാണ് വിചാരിച്ചിട്ട് എല്ലാം വ്യക്തമായിട്ട് തന്നെ കാണും. അപ്പോൾ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. നമ്മൾ ചെക്കിങ് കൗണ്ടറിലേക്ക് പോവുകയാണ്. നിറയെ ബസ്സുകളാണ് കേട്ടോ ഇവിടെയൊക്കെ നിർത്തിയിട്ടിട്ടുള്ളത്. മറ്റു വാഹനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ബോഡിയും ലഗേജും ഒക്കെ ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകം ക്യൂ ഉണ്ട്, പുരുഷന്മാർ വേറെ, അങ്ങനെ രണ്ടും രണ്ട് ക്യൂ ആയിട്ടാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് ബസ് ഇവിടെ വന്ന് നിർത്തിയിട്ടിട്ടുണ്ട്. പക്ഷേ 4-5 കൗണ്ടർ ഉണ്ടാവുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെക്കിങ് കഴിഞ്ഞ് പുറത്ത് വരാം. എവിടെയും നമ്മളൊരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമൊന്നുമില്ല. പെട്ടെന്ന് കഴിയുന്നുണ്ട് കാര്യങ്ങൾ. ഉണ്ണേട്ടനും സുധിയൊക്കെ ലഗേജ് എടുത്ത് വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ ലഗേജ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ബോഡി മാത്രം ചെക്ക് ചെയ്യാനല്ലേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ പുറത്തെത്തി. അപ്പോൾ ഞാൻ അതിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ് അവർ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബസ് കുറച്ച് താഴെയാണ്. അപ്പോൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റ് വിശേഷങ്ങളും മലമുകളിലെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളും വെങ്കടേശ്വരനെ തൊഴുതിട്ടുള്ള മറ്റ് വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ തീർച്ചയായും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും.